എല്ലാവർക്കും നമസ്കാരം. അഭിയുടെയും ജാനകിയുടെയും വീടിന്റെ ആ ഒരു സൂപ്പർ ഹിറ്റ് ഈ ആഴ്ച വരുന്ന വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെതാ നമ്മുടെ തമ്പി തൻ്റെ മകളുമായിട്ട് ആ ഒരു മണ്ഡപത്തിൽ എത്തിയിരിക്കുകയാണ്. അപ്പം എല്ലാവരും വളരെയധികം സന്തോഷത്തോടു കൂടി നിൽക്കുന്ന ആ ഒരു സമയത്താണെങ്കിലോ നമ്മുടെ അജയുടെ ജീവിതത്തിൽ പല പല മാറ്റങ്ങൾ ഉണ്ടാകുകയാണ്. അങ്ങനെ അജയ് അവൻ്റെ റൂമിൽ അതും വിവാഹ വേഷത്തിൽ ഒരുങ്ങി കെട്ടിയൊക്കെ നിൽക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് നമ്മുടെ നിരഞ്ജന എത്തി. നിരഞ്ജനെ കണ്ടപാടെ തന്നെ ഈശ്വര എന്ത് ചെയ്യും, ഇവള് വന്നത് ഈ കല്യാണം മുടക്കാൻ തന്നെയാണെന്ന് നമ്മുടെ അജയ്ക്ക് അറിയാലോ. അങ്ങനെ അജയ് പേടിച്ച് വരണ്ട് നിൽക്കുമ്പം നിരഞ്ജന അങ്ങ് ഇടിച്ചു കയറി ചെല്ലുകയാണ്. എൻ്റെ പൊന്ന് നിരഞ്ജനെ, ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട്. വർഷങ്ങൾക്ക് ശേഷം എൻ്റെ അച്ഛനും അതുപോലെ തന്നെ അച്ഛൻ്റെ കൂട്ടുകാരനും കൂടി ചേർന്ന് ഒരുമിച്ച് മുന്നോട്ട് പോകുന്നതാണ്. ദയവ് ചെയ്ത് ഈ വീട്ടിൽ വന്ന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുതെന്നും പറഞ്ഞ് നമ്മുടെ നിരഞ്ജനയുടെ കാല് പിടിക്കുന്ന രീതിയിലൊക്കെ അജയ് സംസാരിച്ചു. പക്ഷേ നിരഞ്ജനയാണെങ്കിൽ എനിക്ക് അജയോടാ സംസാരിക്കേണ്ടത്. അജയ്, നിന്നെ ഞാൻ എത്രമാത്രം സ്നേഹിച്ചതാണ്, നിനക്ക് എങ്ങനെയാണ് എന്നെ തള്ളിക്കളയാൻ പറ്റിയത് എന്നൊക്കെ പറഞ്ഞ് ഇവളിങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കിനും അജയ് പറഞ്ഞു, എൻ്റെ പൊന്ന് നിരഞ്ജനെ, ഞാൻ അതിൽ നിന്നും പിന്മാറിയിട്ടുണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ട്. ആ കാരണം എനിക്കിപ്പോൾ നിന്നോട് പറയാൻ പറ്റത്തില്ല എന്നും പറഞ്ഞ് അവൻ മാക്സിമം ഒഴിവായി നിൽക്കുന്നുണ്ട്. അങ്ങനെ നിരഞ്ജനയുടെ നിർബന്ധപ്രകാരം അവൻ ആ ഒരു സത്യം നമ്മുടെ നിരഞ്ജനയുടെ അടുത്ത് പറയുകയാണ്. ഞാൻ ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറിയത് നിന്റെ അച്ഛൻ്റെ നിർബന്ധപ്രകാരം തന്നെയാണ്. അദ്ദേഹം പറഞ്ഞു ഈ വീട്ടുകാരെയൊക്കെ ഉപേക്ഷിച്ച് ഞാൻ അദ്ദേഹത്തിന് ഒരു അടിമയെ പോലെ നിൽക്കണമെന്ന്. അതിനൊരിക്കലും എനിക്ക് പറ്റില്ല എന്ന് ഞാൻ അങ്ങേരോട് തുറന്നു പറയുകയും ചെയ്തു. ഈ ലോകത്ത് ഏറ്റവും അധികം ഞാൻ ബഹുമാനിക്കുകയും അതുപോലെ തന്നെ സ്നേഹിക്കുകയും ചെയ്തതാ ഉണ്ണിത്താൻ സാറിനെ. എന്നിട്ട് ആ സാറാണ് എന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞത്. ആ സാറിനറിയാം ഞാൻ എത്രമാത്രം വിഷമത്തോടു കൂടിയാണ് നിന്നെ വേണ്ടാന്ന് വെച്ചതെന്നും അതുകൊണ്ട് എനിക്ക് ഈ വിവാഹത്തിൽ നിന്ന് എനിക്ക് പിന്മാറാൻ പറ്റത്തില്ല എന്നുള്ള കാര്യം കൂടി നമ്മുടെ അജയ് വെളിപ്പെടുത്തി. ഇത് കേട്ടതും നമ്മുടെ നിരഞ്ജനയാണെങ്കിൽ പൊട്ടിക്കരയാണ്. ശരിക്കും പറഞ്ഞാൽ അവളുടെ മനസ്സിൽ അവളുടെ അച്ഛൻ ഒരു ദൈവപുത്രനായിട്ട് തന്നെ നിൽക്കുകയാണ്. ആ സമയത്താണ് അച്ഛൻ കാരണമാണ് തൻ്റെ പ്രണയം നഷ്ടപ്പെട്ടത് എന്നുള്ളത് ആ ഒരു തിരിച്ചറിവിൽ നിന്നും നമ്മുടെ നിരഞ്ജന ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടു. അവളാണെങ്കിൽ പൊട്ടിക്കരഞ്ഞു. അജയ്, ഞാൻ നിന്നോട് എന്ത് തെറ്റ് ചെയ്തിട്ടാ? ഞാൻ ഇപ്പോഴും നിന്നെ സ്നേഹിക്കുന്നില്ലേ? നിന്നെ കാണാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ ഇവിടെ വന്നത് എന്നൊക്കെ പറഞ്ഞ് ഇവളിങ്ങനെ സങ്കടപ്പെട്ട് കരഞ്ഞ് സംസാരിക്കുമ്പോഴത്തേക്കിനും അജയ് പറഞ്ഞു, ഇനിയിപ്പം എനിക്ക് മറ്റൊന്നും ചെയ്യാൻ പറ്റില്ല. നീ സാഹചര്യം മനസ്സിലാക്കണം. ഇവിടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ നിരഞ്ജന നീ മടങ്ങി പോണമെന്നും പറഞ്ഞ് അജയ് നിർബന്ധം പിടിക്കുകയാണ്. നിരഞ്ജന അമ്പിനും വില്ലിനും അടുക്കാതെ, അജയ്, ഞാൻ ഒന്നെങ്കിൽ നിന്റെ കൈ കൊണ്ടുള്ള താലി എൻ്റെ കഴുത്തിൽ വീഴും, അല്ലെങ്കിൽ ഞാൻ ഇന്നിവിടെ മരിച്ചു വീഴുമെന്നൊക്കെ പറഞ്ഞ് അവൾ ഭീഷണി മുഴക്കാൻ തുടങ്ങി. ഇവരിങ്ങനെ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്ന സമയത്താണെങ്കിലും അങ്ങോട്ടേക്ക് നമ്മുടെ അജയുടെ സിസ്റ്റർ വരികയാണ്. അപ്പം അവൾ വരുമ്പോഴത്തേക്കിനും അജയ് ശരിക്ക് വരണ്ട് നിൽക്കുകയാണ്. അപ്പം അവൻ ആദ്യം റൂം തുറക്കാനായിട്ട് തയ്യാറാകുന്നില്ല. നിരഞ്ജനയാണെങ്കിൽ ഇപ്പുറത്ത് ഭയങ്കര ഭീഷണിപ്പെടുത്തലും. അങ്ങനെ ഒരു രക്ഷയില്ല. നിരഞ്ജന അവസാനം അവളുടെ കയ്യിൽ കരുതിയിരുന്ന ആ ഒരു സ്ലീപ്പിംഗ് മിൽസ് ഒക്കെ എടുത്ത് കഴിക്കുകയാണ്. അപ്പം അജയ് ശരിക്ക് വരണ്ടു. ഈശ്വര, നീ എന്താടി കാണിച്ചത്? ഞാൻ എന്ത് ചെയ്യും? നിന്നെ ഇനിയിപ്പം എനിക്കിവിടെ ഇങ്ങനെ ഇടാനും പറ്റത്തില്ല. എൻ്റെ വിവാഹത്തിൻ്റെ സമയവും അടുത്തു. എന്ത് ചെയ്യണമെന്നറിയാതെ നമ്മുടെ അജയ് ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോഴാണ് ഈ പെങ്ങള് കുട്ടി വന്ന് വാതിലിൽ മുട്ടുന്നത്. അവൻ ഒരുവിധം അവളുടെ ആ ഒരു വാതിൽ തുറന്നിട്ട് അവളോട് അകത്തോട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ നടന്ന കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു. നിരഞ്ജന ഇവിടെ ഇപ്പോൾ സ്ലീപ്പിംഗ് മിൽസ് കഴിച്ചിട്ടാണ് നിൽക്കുന്നത് എന്നുള്ള കാര്യം കൂടെ പറയുമ്പോഴത്തേക്കിനും നമ്മുടെ ആ ഒരു പെങ്ങളുകുട്ടി സഹായിക്കാൻ തുടങ്ങുകയാണ്. ഏട്ടാ, ഇനിയിപ്പം മറ്റു കാര്യങ്ങളൊന്നും ആലോചിക്കണ്ട. ഇപ്പം എന്തായാലും ചിന്തിക്കേണ്ടത് നിരഞ്ജനയുടെ ജീവൻ രക്ഷപ്പെടുത്തണം എന്നുള്ള കാര്യമാണ്. അതുകൊണ്ട് ഏട്ടൻ എത്രയും പെട്ടെന്ന് തന്നെ ഇവളുമായിട്ട് ആശുപത്രിയിലേക്ക് പോകണമെന്ന് കൂടി അവൾ പറയാണ്. അപ്പം എന്ത് ചെയ്യണമെന്നറിയാതെ നമ്മുടെ അജയ് പകച്ചു നിൽക്കുമ്പം നിരഞ്ജനയാണെങ്കിൽ പതിയെ ഒരു മയക്കത്തിലേക്ക് പോകാൻ തുടങ്ങുകയാണ്. നിരഞ്ജനയുടെ അടുത്ത് നമ്മുടെ അജയ് പറഞ്ഞു, നിരഞ്ജന ബാ, നമുക്ക് ആശുപത്രിയിലേക്ക് പോ. പറ്റില്ല അജയ്, നിന്റെ കൈ കൊണ്ട് ഒരു താലി അതെൻ്റെ കഴുത്തിൽ കെട്ടണം, അല്ലെങ്കിൽ ഞാൻ സമ്മതിക്കില്ല എന്നും പറഞ്ഞിട്ട് നമ്മുടെ നിരഞ്ജന വാശി പിടിക്കുകയാണ്. അജയ്ക്ക് മറ്റ് നിർവാഹങ്ങളൊന്നുമില്ല. അജയ് ആണെങ്കിൽ ടെൻഷൻ അടിച്ചിരിക്കുന്നു. എന്ത് ചെയ്യും? കുറച്ച് സമയത്തിന് ശേഷം അജയ് അപർണയുടെ സ്വന്തമാകാൻ പോവുമായിരുന്നു. അപ്പം ഇവിടെ ഇതൊക്കെ നടക്കുന്ന സമയമാണെങ്കിൽ നമ്മളെ കതിർമണ്ഡപം കാണിക്കുകയാണ്. ആ മണ്ഡപത്തിലിരുന്ന് നമ്മുടെ അപർണയാണെങ്കിൽ വരനെ വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പം ഇത്രയും സമയമായിട്ടും അജയ് കാണുന്നില്ല.
കാണുന്നില്ലല്ലോ. അഭി നീ പോയെന്ന് അവനെ അന്വേഷിക്കുമെന്ന് പറഞ്ഞ് നമ്മുടെ അഭിയുടെ അച്ഛൻ അഭിയെ പറഞ്ഞു വിടുകയാണ്. അങ്ങനെ അഭി തിരക്കി വരുന്ന ആ ഒരു സമയത്ത് ഒരുവിധം ഏട്ടാ ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്, ഒരു 10 മിനിറ്റിനുള്ളിൽ ഞാൻ അവിടെ എത്താമെന്നും പറഞ്ഞ് നമ്മുടെ അഭിയെ അങ്ങ് പറഞ്ഞു വിട്ടു. പിന്നീട് ഇനിയും ആലോചിച്ച് നിന്നിട്ട് കാര്യമൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ നമ്മുടെ അജയ് ആ ഒരു തീരുമാനം എടുക്കുകയാണ്. എത്രയും പെട്ടെന്ന് നിരഞ്ജനിയെ ആശുപത്രിയിൽ എത്തിക്കണം, അവളുടെ ജീവൻ രക്ഷപ്പെടുത്തണം. അതിനു വേണ്ടിയിട്ട് അവനാണെങ്കിലോ ഒരു ഷോളൊക്കെ കൊണ്ട് അവളുടെ തലവഴി മൂടിയിട്ട് അവളെയും കൂട്ടിയിട്ട് അവൻ അവിടെ നിന്ന് പോവുകയാണ്. അപ്പം ഇവർ കാറിൽ കയറി പോകുന്ന കാര്യം നമ്മുടെ അപർണയുടെ ഒരു കൂട്ടുകാരി കാണുകയാണ്. അപർണയുടെ കൂട്ടുകാരിയാണെങ്കിലോ എടാ ഇത് അജയ് ആണല്ലോ ആ പോയത്, അജയോടൊപ്പമുള്ള പെണ്ണ് ഏതാണെന്നൊക്കെ നോക്കിയിട്ടും അവൾക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല. അങ്ങനെ ഇവിടെ ഈ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ചെറുക്കനെ വിളിക്കാൻ പോയ ആൾക്കാരെയും കാണുന്നില്ല, ചെറുക്കനെയും കാണുന്നില്ല. മൊത്തത്തില് വിവാഹപ്പന്തല് മുഴുവനും പ്രശ്നമാണ്. അങ്ങനെ നമ്മുടെ അഭി വന്നിട്ട് പറഞ്ഞു എനിക്ക് പേടിയാകുന്നു ജാനി, ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത്? ദേ അവനെയും കാണുന്നില്ല, അവൻ്റെ ഫോണിനെയും കാണുന്നില്ല, എന്താണ് ഏതാണ് എന്നൊന്നും എനിക്കറിയില്ല. മിക്കവാറും അവൻ നിരഞ്ജനിയുമായിട്ട് ഇവിടുന്ന് പോയിട്ടുണ്ടാകാനാണ് സാധ്യത. അവൻ നമ്മളെ ചതിച്ചു കളഞ്ഞടി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അഭി കരയാൻ തുടങ്ങുമ്പോഴത്തേക്കിനും ജാനകിയാണെങ്കിലോ അതിനപ്പുറത്തെ സങ്കടം. ജാനകിയാണല്ലോ ഈ ഒരു ബന്ധത്തിന് എല്ലാവിധ ചുക്കാൻ പിടിച്ചതും. അതുകൊണ്ട് തന്നെ ഇതുവഴി എന്തെങ്കിലും വിഷയം വന്നാൽ നമ്മുടെ ജാനകിയുടെ തലയിലേക്ക് വരും. അങ്ങനെ ഈ വിവരം നമ്മുടെ അപർണയുടെ കൂട്ടുകാരി അപർണയുടെ ചെവിയിൽ എത്തിക്കുകയാണ്. അപ്പം വരൻ ഇവിടെ ഇല്ലെന്നും വരൻ കാമുകിയുമായിട്ട് മുങ്ങി എന്നുള്ള വിവരവും അറിഞ്ഞു കഴിയുമ്പം അപർണയാണെങ്കിൽ ദേഷ്യപ്പെട്ട് ചാടി എഴുന്നേറ്റു. അച്ഛാ ഇവര് നമ്മളെ ചതിക്കുമായിരുന്നു എന്നും പറഞ്ഞ് അവള് കണ്ണൊക്കെ കലങ്ങി നമ്മുടെ തമ്പിയുടെ അടുത്ത് സത്യങ്ങളൊക്കെ വിളിച്ചു പറയുകയാണ്. തമ്പിയാണെങ്കിലോ മോളെ എന്തൊക്കെയാ നീ പറയുന്നത്? അതെ അച്ഛ, അജയിന് ഒരു കാമുകയുണ്ടായിരുന്നു, അവളോടൊപ്പം അജയ് പോയി, അവൻ എന്നെ വേണ്ടാന്ന് വിചാരിച്ച് അവൻ ഇവിടുന്ന് ഇറങ്ങിപ്പോയെന്നൊക്കെ പറഞ്ഞ് അപർണ ഭയങ്കര സീൻ ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്കിനും തമ്പിയാണെങ്കിലോ തന്നെയും തൻ്റെ മകളെയും ഒക്കെ വിളിച്ചപമാനിച്ച സൂര്യനാരായണന്റെ നേരെ ചെല്ലുകയാണ്. ഇതിനൊക്കെ കാരണക്കാരി ഈ ജാനകിയാണെന്നും പറഞ്ഞ് ജാനകിയെയും 2-3 വർത്തമാനം പറഞ്ഞിട്ട് തമ്പി തൻ്റെ മകളെയും കൂട്ടി അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങുകയാണ്. ഈ സമയം തൻ്റെ മകൻ ചെയ്തു പോയ സർവ്വ അപരാധങ്ങൾക്കും നമ്മുടെ സൂര്യനാരായണൻ തമ്പിയോട് മാപ്പ് ചോദിക്കുകയാണ്. എൻ്റെ മകൻ എന്നെ അങ്ങനെ ചതിച്ചെങ്കിൽ തൻ്റെ മകളുടെ വിവാഹം ഒരിക്കലും മുടങ്ങില്ലടോ. ദേ എനിക്ക് ഇനിയും മകനുണ്ട്, എൻ്റെ അമ്മല് കല്യാണം കഴിക്കുമെന്നും പറഞ്ഞിട്ട് നമ്മുടെ അമലിൻ്റെ കാര്യം എടുത്ത് പറയുകയാണ്. അങ്ങനെ നമ്മുടെ അമല് അപർണയെ വിവാഹം കഴിക്കാനായിട്ട് തയ്യാറാകുമെന്നുള്ളതൊക്കെ കാണിച്ചുകൊണ്ടാണ് നെക്സ്റ്റ് വീക്ക് പ്രമോ വിശേഷം വന്നിരിക്കുന്നത്. അപ്പോൾ മൊത്തത്തിൽ എല്ലാവരെയും വെള്ളം കുടിപ്പിച്ച് നിൽക്കുകയാണ് നമ്മുടെ അജയ്. അങ്ങനെ അജയ് വളരെ ഭദ്രമായിട്ട് തന്നെ നമ്മുടെ നിരഞ്ജനയെ ആശുപത്രിയിൽ എത്തിക്കുന്നതും നിരഞ്ജനയുടെ ജീവനും ഒക്കെ വളരെയധികം ക്രിട്ടിക്കലായിട്ട് ആശുപത്രിയിൽ തുടരുന്നതും ഒക്കെ കാണിക്കുകയാണ്. എന്തായാലും കഥ മറ്റൊരു വഴിത്തിരിവിലേക്ക് പോവുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. അപ്പോൾ ഓക്കേ.